ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ പ്രൈവസി പോളിസി അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് വാട്സപ്പിന് ഒരു ലെറ്റർ പോയിട്ടുണ്ടായിരുന്നു. അതായത് ഈ പ്രൈവസി പോളിസിയുടെ വിശദീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാട്സപ്പിൻ്റെ സൈഡിൽ നിന്നും ഒരു മറുപടി വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്, നമുക്ക് പ്രതീക്ഷയ്ക്ക് വല്ല വകയുണ്ടോ, എല്ലാവരും കാത്തിരിക്കുന്നത് പോലെയുള്ള ഒരു റിപ്ലൈ വാട്സപ്പിൽ നിന്നും കിട്ടിയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന റീസെൻ്റ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ഫോണിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഈ വാട്സപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥകൾ തുടങ്ങുന്നത് ഏകദേശം ഒരു 2 ആഴ്ചയ്ക്ക് മുൻപാണ്. അതായത് വാട്സപ്പ് തങ്ങളുടെ പ്രൈവസി പോളിസി അപ്ഡേറ്റ് ചെയ്യാൻ പോവുക എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ എല്ലാ യൂസേഴ്സിനും വാട്സപ്പ് നോട്ടിഫിക്കേഷൻ വഴി നൽകാനായിട്ട് തുടങ്ങി. അങ്ങനെ വാട്സപ്പ് നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഒരു വിൻഡോ കയറി വരികയും എഗ്രി അല്ലെങ്കിൽ നോട്ട് നൗ എന്ന് പറയുന്ന 2 ഓപ്ഷനൊക്കെ കാണാനായിട്ട് തുടങ്ങി. ആദ്യമൊന്നും ആൾക്കാർ അധികം പ്രാധാന്യം ആ ഒരു മെസ്സേജിന് കൊടുത്തില്ല. ജസ്റ്റ് ചില ആൾക്കാർ എഗ്രി ചെയ്തു, ചിലർ നോട്ട് നൗ ഒക്കെ കൊടുത്തു വിട്ടു. പക്ഷേ ഈ ഒരു സംഭവം പ്രമുഖമായിട്ടുള്ള വാർത്താ ചാനലുകളും അതുപോലെ തന്നെ ന്യൂസ് പേപ്പറുകൾ, ഓൺലൈൻ മാധ്യമങ്ങൾ, യൂട്യൂബ് ചാനലുകൾ ഇവയെല്ലാം ഏറ്റെടുത്തതോടുകൂടി ഇത് വാർത്തയിൽ വളരെയധികം പ്രശസ്തി ആർജിച്ച് മുന്നോട്ട് വന്നു. അപ്പോഴത്തേന് കൂടുതൽ ആൾക്കാരും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിനുശേഷം ആൾക്കാർ എന്ത് ചെയ്തു, പ്രൈവസി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമായതുകൊണ്ട് മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് കയറി തുടങ്ങി. മറ്റുള്ള പ്ലാറ്റ്ഫോമുകൾ ഒത്തിരി ആൾക്കാർ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ വാട്സപ്പിന് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ചാറ്റിംഗ് പ്ലാറ്റ്ഫോമുകളിലുള്ള ആ ഒരു റാങ്കൊക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. അപ്പോൾ വാട്സപ്പ് തങ്ങളുടെ ട്വിറ്ററിലൂടെ ഒഫീഷ്യലായിട്ട് അവർ പ്രതികരിച്ചു എന്താണ് പ്രൈവസി പോളിസി എന്നും പ്രൈവസി പോളിസിയിലൂടെ അവരെന്തൊക്കെ കാര്യങ്ങൾ എടുക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ എടുക്കുന്നില്ല എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായിട്ട് അവർ പ്രതികരിച്ചു. പക്ഷേ വാട്സപ്പിന് വൻ തിരിച്ചടിയാണ് ഉണ്ടായത്. ഏറ്റവും പ്രമുഖരായിട്ടുള്ള കുറേ സെലിബ്രിറ്റീസ് പോലും വന്നിട്ട് വാട്സപ്പ് ഉപേക്ഷിച്ച് വേറെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി. അപ്പോൾ അതിന് പ്രകാരം വാട്സപ്പ് നിശ്ചയിച്ചിരുന്ന ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു, ഫെബ്രുവരി 8 പുതിയ പോളിസി നടപ്പിലാക്കുന്ന ഒരു തീയതി. അത് വാട്സപ്പ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ച് മെയ് 15 വരെ ആക്കി വെച്ചിട്ടുണ്ട്. അതായത് ആൾക്കാർക്ക് എന്താണ് ഈ പ്രൈവസി പോളിസി എന്നുള്ളത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തതെന്ന് അവർ പറയപ്പെടുന്നു. അതിനിടയ്ക്ക് വാട്സപ്പ് ആൾക്കാരെ കൂടുതലും ഈ പ്രൈവസി പോളിസി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ട് അവരുടെ വാട്സപ്പ് സ്റ്റാറ്റസ് രൂപേണ വാട്സപ്പ് ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ടും ആ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടായില്ല. ധാരാളം വിമർശനങ്ങൾ പല സൈഡുകളിൽ നിന്നും വന്നുകൊണ്ടിരുന്നു. അതിന് പ്രകാരമാണ് ഇന്ത്യ ഗവൺമെൻറ് വാട്സപ്പിനോട് ഇതിൻ്റെ ഒരു വിശദീകരണം തേടിയത്. അതായത് വാട്സപ്പിൻ്റെ ആ ഒരു പുതിയ പ്രൈവസി പോളിസിയിലുള്ള ഒരു മെയിൻ മാറ്റം എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രീസിൽ ഈ പറയുന്ന പോളിസി ഒന്നും അഫക്റ്റ് ചെയ്യുന്നില്ല. ബാക്കിയുള്ള കൺട്രീസിലാണ് ഈ പറയുന്ന ന്യൂ പോളിസി അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നാണ് ഇന്ത്യ ഗവൺമെൻറ് അന്വേഷിച്ചത്. അങ്ങനെയുള്ള പ്രൈവസി പോളിസി സ്വകാര്യതയെ ബാധിക്കുന്നതായും ഇത്തരത്തിലുള്ള പ്രൈവസി പോളിസി റിമൂവ് ചെയ്യണം എന്നും പറഞ്ഞിട്ടാണ് ഇന്ത്യ ഗവൺമെൻറ് വാട്സപ്പിനൊരു ലെറ്റർ അയച്ചത്. അങ്ങനെ ലെറ്റർ അയച്ചതോടുകൂടി സോഷ്യൽ മീഡിയകളിൽ വളരെയധികം ആഘോഷിച്ചു. അതായത് വാട്സപ്പ് മുട്ടുമടക്കി, വാട്സപ്പ് പോളിസി മാറ്റി എന്ന് പറഞ്ഞ് വളരെയധികം ആഘോഷിച്ചു. പക്ഷേ വാട്സപ്പിൻ്റെ സൈഡിൽ നിന്നുള്ള റിപ്ലൈ എന്ന് പറയുന്നത് അവർ സ്ട്രോങ് ഡിസിഷനിൽ തന്നെ നിലനിൽക്കുകയാണ്. വാട്സപ്പ് റിപ്ലൈ കൊടുത്തിരിക്കുന്നത് ഇപ്രകാരമാണ്. അതായത് തങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സുതാര്യത നിലനിർത്താനായിട്ടാണ് പുതിയ പ്രൈവസി പോളിസി കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ആ പോളിസി വഴി അവർ ഉദ്ദേശിക്കുന്നത് യൂസേഴ്സിൻ്റെ എന്തൊക്കെ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു, ഏതൊക്കെ കാര്യങ്ങൾ അവർ എന്തിനു വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നു, ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് എന്തൊക്കെ യൂസ് ചെയ്യുന്നു, ഏതൊക്കെ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആൾക്കാരെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പുതിയ പ്രൈവസി പോളിസി അവർ കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. വീണ്ടും അവർ എടുത്തു പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പേഴ്സണൽ ചാറ്റുകളോ പേഴ്സണൽ കോളുകളോ ലൊക്കേഷൻ ഡീറ്റെയിലുകളോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വാട്സപ്പ് ഡിഫോൾട്ടായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല. അത് ഓൾറെഡി ഈ കോളുകളും ചാറ്റുകളും എല്ലാം എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വിവരങ്ങൾ വാട്സപ്പ് ഫേസ്ബുക്കുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാട്സപ്പ് വീണ്ടും അവകാശവാദം ഉന്നയിക്കുന്നത്. അപ്പോൾ ആ ഒരു റിപ്ലൈയിൽ നിന്ന് തന്നെ വ്യക്തമാണ് വാട്സപ്പ് ഇപ്പോൾ ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ട് പോലും തങ്ങളുടെ ആ ഒരു പോളിസിയിൽ നിന്ന് അവർ പിന്മാറാനായിട്ട് തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ മുൻപോട്ട് പോകാനായിട്ടാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ആ ഒരു പോളിസി അവർ ഒരിക്കലും മാറ്റിയിട്ടില്ല. ഇന്ത്യക്ക് ഒരുമാതിരി പ്രതീക്ഷയുണ്ടായിരുന്നു. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്സപ്പിന് ഏറ്റവും കൂടുതൽ വരിക്കാറുള്ളത് നമ്മളുടെ ഇന്ത്യയിൽ നിന്നായിരുന്നു. പക്ഷേ ഇന്ത്യക്ക് വരെ അവർ റിപ്ലൈ കൊടുത്തിരിക്കുന്നത് അവരുടെ ആ ഒരു ഡിസിഷനിൽ അവർ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഇനി വരാനിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഡിസിഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് പ്രൈവസിയെ കാര്യമായിട്ട് ബാധിക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് എല്ലാവർക്കും ഉള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് അതിനൊരു തീരുമാനം എടുക്കണം. ആ തീരുമാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിക്ടോക്കൊക്കെ ഇന്ത്യയിൽ ബാൻ ചെയ്തതുപോലെ വാട്സപ്പ് ഇന്ത്യയിൽ ബാൻ ചെയ്യുക. അത് നടക്കുമോ നടക്കത്തില്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം.
അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതായത് വാട്സപ്പ് തുടരണോ അതോ വേണ്ടയോ, ഇനി നിങ്ങൾ സിഗ്നലോ ടെലഗ്രാമോ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചോ, എന്നിട്ട് ഈ വാട്സപ്പും അതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഏതാണ് നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്, വാട്സപ്പിനേക്കാളും നല്ലതാണോ സിഗ്നൽ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. വാട്സപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ വീഡിയോസ് ചെയ്തുകൊണ്ട് അതിൻ്റെ പുതിയ അപ്ഡേഷൻസ് വരുമ്പോൾ ഇതുപോലെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുൻപിൽ എത്തിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പുതിയ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേഷൻസ് എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു കണ്ടൻറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.